ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷയാൻസ് ബ്രോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നല്ലൊരു മുട്ടമറിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റിൽ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല മുട്ടമറിച്ചതിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ മുട്ടമറിച്ച ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ആവശ്യമുള്ളത് നമുക്ക് മുട്ടയാണ്. അപ്പോൾ നമ്മളൊരു 10-12 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 3-4 ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചെടുത്ത് വരാം. അപ്പോൾ പഞ്ചസാര ഏലക്കായ കൂടി പൊടിച്ചെടുത്തിട്ട് ഞാനിതിലേക്ക് മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് പഞ്ചസാര ഏലക്കാപ്പൊടിയും മുട്ടക്കൂടി നന്നായി മിക്സായി വരട്ടെ. നന്നായി തന്നെ കൈകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് നല്ല നല്ല വീഡിയോസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഒന്ന് കാണാൻ ശ്രമിക്കണേ. പിന്നെ ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാനോട് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് നന്നായി ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ മുട്ട കലക്കി വെച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. എന്നാലും നല്ല ടേസ്റ്റിയാണ്. വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ മുട്ടൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതായത് നമുക്കിതിൽ നമ്മൾ മുട്ടയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലാണ്ടെങ്കിൽ അടി കരിഞ്ഞ് പോകും. ഒന്ന് അടച്ച് വെക്കാം. പിന്നെ ഇതിൻ്റെ ഹോൾസൊക്കെ ഒന്ന് അടച്ച് കൊടുക്കണം. ഇതിൻ്റെ ചെറിയ ഹോൾസ് ഞാൻ അടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ മുട്ടക്കേക്കൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമ്മൾ മുട്ടക്കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടാറിയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടാൽ കുത്തി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായി ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.